95% ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പങ്കുവെച്ചപ്പോൾ 4-5 പേരെ വെറും തികച്ച ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് വീഡിയോ വിലയിരുത്തി. ഏത് സർക്കാരെ നോക്കിയിട്ടല്ല, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വെച്ചിട്ട് അത് ന്യായമായ ഒരു അവകാശമാണ്, അത് കിട്ടണം എന്നുള്ള രീതിയിലൊരു ബോധവൽക്കരണമാണ് നമ്മുടെ ആവശ്യമല്ലേ. അവിടെയൊക്കെ കക്ഷി രാഷ്ട്രീയം കാണാതിരിക്കുക ദയവ് ചെയ്ത്. നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുക. ഗുഡ് മോർണിംഗ് എവരിബഡി. ക്ഷാമബത്ത കുടിശ്ശിക ഇരിയെന്ന് എന്ന തമ്പനെയിലും ടൈറ്റിലും കൊടുത്തുകൊണ്ട് ഇന്നലെ രാവിലെ 8 മണിക്ക് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. 3.8K വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. ഒരു 50-50-ലധികം കമന്റ്സുകളും ഒരു 100-ഓളം ലൈക്സുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കമന്റുകൾ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരു 95% കമന്റ്സും ജീവനക്കാരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും പങ്കുവെച്ചു കൊണ്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്രയും മാസങ്ങളുടെ DA കുടിശ്ശിക എമൗണ്ട് കിട്ടാത്തത് കൊണ്ടുള്ള പ്രയാസം. അവർക്ക് ശമ്പള പരിഷ്കരണത്തെക്കാൾ ആശങ്ക DA കുടിശ്ശികൾ കിട്ടാത്തതിലാണ്. സ്വാഭാവികമാണ്. കാരണം ക്ഷാമബത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് അനുസരിച്ചിട്ട്, ഉപഭോക്തൃ വില സൂചികക്ക് അനുസരിച്ചിട്ട് നമുക്ക് നിയമപരമായിട്ട് അവകാശപ്പെട്ട ഒരു സംഭവമാണ്. ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലേഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളുടെയൊക്കെ വർദ്ധിച്ചു വരുന്ന വിലച്ചെലവിനെ അല്പമെങ്കിലും അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വാങ്ങൽശേഷി ഒരു പരിധി വരെ നിലനിർത്താൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു ആനുകൂല്യമാണ്. അത് പല കോടതികളും മുൻപ് അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ. അതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ വേറെ നടക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ ആ ഒരു വിഷയങ്ങൾ കോടതിയുടെ പരാമർശങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പരാമർശിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കോടതിയില് ഗവൺമെന്റ് പ്ലീഡർ DA ജീവനക്കാരുടെ ഒരു അവകാശമല്ല എന്നുള്ള രീതിയിൽ അഫിഡവിറ്റ് കൊടുത്തതായിട്ടും വാർത്ത വന്നിരുന്നു. പിന്നീട് ആ അഫിഡവിറ്റ് കൊടുത്തെങ്കിലും പിന്നീട് സർക്കാർ DA കുടിശ്ശികയായിട്ടുള്ള DA ഇൻസ്റ്റാൾമെന്റുകളൊക്കെ അനുവദിക്കുകയും ചെയ്തു. പക്ഷെ അന്നും ഈ പണം ഉടനെ കൊടുത്തില്ല. അത് 8 ഗഡുക്കളായിട്ട് പിന്നീട് 2026-27 സാമ്പത്തിക വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോ ഒരു പ്രതിസന്ധിയിലായി നിൽക്കുന്നത്. ഞാൻ ആ ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് ജീവനക്കാർക്ക് പെൻഷൻസ് അത് കിട്ടിയാൽ ആശ്വാസമാകുമായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. തികച്ചും ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനിത്. അന്ധമായി ഒരു കക്ഷി രാഷ്ട്രീയത്തോട് വിധേയത്വമില്ല. അതേസമയം എനിക്ക് ഉയർന്ന പൗരബോധം എന്നും വെച്ചുപെടുന്ന ആളുമാണ്. വോട്ടവകാശം കൃത്യമായിട്ട് ആലോചിച്ച് തന്നെ ചെയ്യുന്ന ഒരാളുമാണ്. അപ്പം അത് മെറിറ്റ് അനുസരിച്ചിട്ട് അത് ചെയ്യും. അതാണല്ലോ ഒരു പൗരന്റെ കടമാനം. ഒരു കക്ഷി രാഷ്ട്രീയത്തില് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. നമ്മുടെ കടമ പൗരത്വ ബോധം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മൊത്തത്തിൽ സംഭവവികാസങ്ങൾ വിലയിരുത്തിയിട്ട് നമ്മുടെ മനസ്സാക്ഷിക്ക് അനുസരിക്കുന്ന രീതിയിൽ അതിനെ വോട്ടവകാശത്തിൽ കൂടി പ്രതികരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് 95%-ലധികം ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പങ്കുവെച്ചപ്പോൾ ഒരു 4-5 പേരെ വെറും തികച്ച ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് വീഡിയോ വിലയിരുത്തി. അവരെ ഇപ്പോ UDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണല്ലോ നിങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടില്ല? ഇത്രയും കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങളുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ഉറങ്ങുകയല്ലായിരുന്നു. ഞാനും നിരന്തരമായിട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും അത് കാണാത്തത് കൊണ്ടായിരിക്കും അവർ ചോദിച്ചിട്ടില്ല. അവരെ കുറ്റം പറയുന്നില്ല. അവരിപ്പോ ഈ വീഡിയോ അല്ല കാണുന്നുള്ളൂ. അവർ ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി അവരോട് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് കാണാൻ വേണ്ടി എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കാണാന്ന് പറഞ്ഞു. കാരണം അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഏത് സർക്കാരെ നോക്കിയിട്ടല്ല, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വെച്ചിട്ട് അത് ന്യായമായ ഒരു അവകാശമാണ്, അത് കിട്ടണം എന്നുള്ള രീതിയിലൊരു ബോധവൽക്കരണമാണ് നമ്മുടെ ആവശ്യമല്ലേ. അവിടെയൊക്കെ കക്ഷി രാഷ്ട്രീയം കാണാതിരിക്കുക ദയവ് ചെയ്ത് പ്ലീസ്. നമ്മൾ ഈ കമന്റ്സുകൾ കൊടുക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയം വെച്ചുകൊണ്ട് വെറുതെ ഒരാളെ മുൻവിധി വെച്ചുകൊണ്ടൊന്നും വെറുതെ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു കണ്ണിൽ കണ്ടുകൊണ്ടൊന്നും പ്രതികരിക്കുന്നത്. നമ്മൾ പറയുന്ന ഡിമാൻഡില് നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുക. ഏതൊരു സാധാരണ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചോളം ഇത് ഇത്രയും മാസങ്ങളുടെ കുടിശ്ശിക കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യം. അത് മുൻ സർക്കാർ കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇപ്പോഴാണോ ആവശ്യം ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അതിന് വെറുതെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുന്നത്. അക്കാലത്തും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചു. അപ്പോഴും അത്തരത്തിലുള്ള 1, 2, 3 കമന്റ്സുകൾ അത്തരത്തിലുള്ള വരും. അത് സാരല്ല.
കുഴപ്പമില്ല. അത് അവർക്ക് അതിനെക്കുറിച്ച് നമ്മളെ മുമ്പ് ഞാൻ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ അറിയാത്തോണ്ടായിരിക്കും. സാരമില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ഉള്ള എന്റെ അഭിപ്രായങ്ങൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കാണുക, അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എടുത്തു പറയത്തക്ക ഒരു കമന്റ് എന്ന് പറയുന്നത്, സമൂഹത്തിലെ ഈ സർക്കാർ ജീവനക്കാരും പെൻഷനേഴ്സും ആണ് നമ്മുടെ ഈ റവന്യൂ വരുമാനത്തിന്റെ ഭൂരിഭാഗവും പിന്നെ ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു പ്രോപ്പഗണ്ട ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. മീഡിയകളിലുണ്ട്. അത് മാറി മാറി വരുന്ന ഗവൺമെന്റ് അത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മീഡിയകൾ ചെയ്യുന്നുണ്ട്, പിന്നെ പൊതുസമൂഹം അത് ഏറ്റെടുത്തിട്ട് പലരും അതങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ വെറും സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും മാത്രമാണോ ഈ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ഖജനാവിന്ന്? നമുക്ക് അറിയാമല്ലോ, ഇപ്പൊ നിയമസഭാ സാമാജികർക്ക് ഉള്ള പെൻഷൻ സർക്കാർ ജീവനക്കാരന് കുറഞ്ഞത് 30 വർഷം പൂർത്തിയാകുമ്പോഴേ ഒരു ഫുൾ പെൻഷൻ കിട്ടുന്നുള്ളൂ. എന്നാൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫുകൾ എത്രമാത്രം പേഴ്സണൽ സ്റ്റാഫുകൾ ഇപ്പം മാറി മാറി നിയമിക്കപ്പെട്ടിട്ട് അങ്ങനെ ശമ്പളവും പെൻഷനൊക്കെ വാങ്ങി കഴിയുന്നു. അതുപോലെ തന്നെ ഭരണഘടനാ പദവി കൊടുത്തുകൊണ്ട് ചില പോസ്റ്റുകളിലൊക്കെ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നു. എത്രയോ സ്റ്റാഫുകൾ അവിടെ നിയമിക്കുന്നു, പേഴ്സണൽ സ്റ്റാഫുകൾ. അവർക്ക് ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു. ഇങ്ങനെ എത്ര ചെലവുകളുണ്ട്. അതുപോലെ ഉയർന്ന കേഡറിലുള്ളവർക്ക് മാത്രം ഈ DA കുടിശ്ശികൾ കൊടുക്കുന്നു. അപ്പം ഇവിടൊക്കെ എന്തോ ഒരു പന്തികേടുണ്ട് ഈ പറയുന്നതിന്. അപ്പം സമഗ്രമായി പരിശോധിക്കുക. അതുപോലെ തന്നെ ഈ സർക്കാരിന് യഥാർത്ഥത്തിൽ ലഭ്യമാവേണ്ട നികുതി വരുമാനം അത് എത്രമാത്രം കിട്ടുന്നുണ്ട്. അപ്പൊ നികുതി പിരിവ് ഊർജിതപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ എത്രയോ വിഭവ സമാഹരണത്തിന് ഒരുപാട് വഴികളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പരിഗണിക്കേണ്ടേ അല്ലേ? അപ്പം അങ്ങനെ സമഗ്രമായി കണ്ടുകൊണ്ട് വേണം അക്കാര്യങ്ങളെ വിലയിരുത്താൻ. അപ്പം അക്കാര്യം സൂചിപ്പിച്ച ഒരു വീഡിയോ ചെയ്യണമെന്ന് ആ ഒരു മാന്യ പ്രേക്ഷകൻ പറഞ്ഞതുകൊണ്ട് ആ കാര്യം ഞാൻ ഇതിൽ സൂചിപ്പിച്ചതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ പൊതുവായിട്ട് പറയാനുള്ളത്. ഈ നമുക്ക് ഒരു കൃത്യമായ ഒരു വിവരം കിട്ടിയിട്ടേ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുള്ളൂ. ചില ഡൗട്ട്സുകളൊക്കെ ചില കാര്യങ്ങളിൽ ചോദിച്ചവരുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ട് 2019 ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് കിട്ടേണ്ട 2 DA ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊരു വിവരം ഇപ്പൊ കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് തന്നെ ഞാനതൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ. അപ്പം ഞാൻ ഈ ചാനൽ എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് സർക്കാർ ജീവനക്കാരന്റെയും പെൻഷനേഴ്സിന്റെയും PSC ഉദ്യോഗാർത്ഥിയുടെ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചർച്ച ചെയ്യുക. നിങ്ങളുടെ അവയർനെസ് ഉണ്ടാവുക. അങ്ങനെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു രൂപത്തില് നമ്മുടെ ചാനലിനെയും കാണുക. നിങ്ങളുടെ എല്ലാ പിന്തുണക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.